ഈ വീട്ടിലാണ്, ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. സ്വന്തമായൊരു വീട് എന്നത് തന്നെയായിരുന്നു സ്റ്റെഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത്. അതിനുവേണ്ടി അതിൻ്റെ ഒരു പണി ഏകദേശം പൂർത്തിയായിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രതീക്ഷിതമായി സ്റ്റെഫിൻ യാത്ര പറയുന്നത്. എന്തായാലും ഈ വീട്ടിൻ്റെ ഓണർ സിബിറ്റ് എന്ന് പറയുന്ന ചേട്ടൻ കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. ചേട്ടൻ, നിങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ ദുഃഖകരമായൊരു പ്രയാസമാണ്. നല്ലൊരു പയ്യനായിരുന്നു, എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും ഒരു കുഴപ്പമില്ല. അവസാനം നാട്ടിൽ വന്നത് സമയത്ത് 6 മാസം പോലെ വന്നു. 6 മാസം മുമ്പ് വന്നു. 6 മാസം മുമ്പ് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി. എൻ്റെ ഫാദർ മേലാതിരിക്കുകയാണ്, ക്യാൻസർ രോഗിയാണ്. 3 ആൺപിള്ളേരാണ്, ഇത് മൂത്ത ആളാണ്. മറ്റേവിൻ്റെ നേരെ ഇളയവൻ വീട്ടിലുണ്ട്. ഇളയാൾ PhD എടുക്കാൻ ഇസ്രയേലിന് പോയിരിക്കുക. പിന്നെല്ലാം അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്കെല്ലാം വളരെ പ്രയാസമാണ്. ഇവിടെ RIT നിന്ന് MTech ഒക്കെ എടുത്താണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ആൾ ഭയങ്കര ബ്രൈറ്റായിരുന്നു. ഇവിടെ വാടകയ്ക്ക് വന്നിട്ട് എത്ര കാലമായി? ഇവിടെ ഇപ്പോൾ എൻ്റെ കൂടെ ആയിട്ട് 13 കൊല്ലമായി. ഇവിടെ നേരത്തെ കട ഉണ്ടായിരുന്നു അല്ലേ അച്ഛന്? ആദ്യകാലത്ത് അവിടെ ഒരു സ്റ്റേഷനറി കട ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി കുറച്ച് നാൾ കുവൈറ്റിന് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെയും പുള്ളി ആ കട നടത്തുമായിരുന്നു. അങ്ങനെ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു. എല്ലാവരും നല്ല നിലയിലായി. മറ്റേ ഇളയാൾ, എൻ്റെ ഏറ്റവും ഇളയാണ് ഇസ്രയേലിലുള്ള ആൾ, രാഷ്ട്രപതി അവാർഡൊക്കെ കിട്ടുക, പിന്നെ റാങ്ക് കിട്ടിയാണ്. അന്ന് PG എടുത്തായിരുന്നു. അത് ഏറ്റവും നല്ല പിള്ളേരായിരുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാന്ന് ഏറ്റവും നല്ല പിള്ളേരായിരുന്നു. ഇപ്പോൾ ഈ ഹോസ്റ്റ് വരാനായിട്ടിരിക്കുകയാണ് കയറി. വീടിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുക. അത് കയറി താമസം ഹോസ്റ്റ് അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാവരും വരാനായിട്ടിരിക്കുകയാണ്. എൻ്റെ മാളുണ്ട് അവിടെ, വീട്ടിലുണ്ട്. എൻ്റെ മാൾ അവിടെയുണ്ട്, വീട്ടിൽ നേഴ്സ് അവിടെ. വിളിച്ചായിരുന്നവരെ? അവർ വിളിച്ചു. അവരാ വിവരങ്ങളെല്ലാം അപ്പോഴപ്പോൾ തന്നുകൊണ്ടിരുന്നു. ആശുപത്രിയിലായിരുന്നുണ്ട്, അവൾ മിനിസ്ട്രിയില്ല. അതുകൊണ്ട് അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാലും അവർക്ക് കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല, അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. പിന്നെ ആശുപത്രി ദുരിതമുള്ള വിവരങ്ങളെല്ലാം കിട്ടി. എന്നാണേലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്, നാട്ടുകാർക്ക് മൊത്തം. കാരണം ഇവരെല്ലാവർക്കും നമുക്ക് ഇത്ര നാളുകൊണ്ട് അറിയാമല്ലോ, തങ്കപ്പെട്ട പിള്ളേരായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത രീതിയിലുള്ള മാനസികാവസ്ഥയിലൂടെയാണ് ഈ കുടുംബവും അതുപോലെ തന്നെ ഈ നാടുമൊക്കെ കടന്നു പോകുന്നത്. കേവലം ഒരു 13 വർഷം ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതിന് മുൻപ് പാമ്പാടിയിൽ തന്നെ മറ്റൊരു സ്ഥലത്തായിരുന്നു വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴൊക്കെ സാധാരണ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുമായി നാട്ടിലെ മറ്റാളുകാർക്ക് അത്ര വലിയ ബന്ധമൊന്നും വെച്ച് പുലർത്താറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ കുടുംബവുമായൊക്കെ തന്നെ അയൽക്കാരും അതുപോലെ തന്നെ ബന്ധുക്കൾ, മറ്റ് നാട്ടുകാരുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുതന്നെയാണ് കുടുംബത്തിൻ്റെ അവരുടെ പെരുമാറ്റം ഏത് രീതിയിലായിരുന്നു എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും ഈ വീടിൻ്റെ ഓണർ പറഞ്ഞതുപോലെ വളരെ അവരെയൊക്കെ സംബന്ധിച്ച് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായൊരു ഞെട്ടലിൽ തന്നെയാണ് കുടുംബവും നാട്ടുകാരും അയൽക്കാരുമൊക്കെ കടന്നു പോകുന്നത്.